ബ്രോമാൻസ് അരുൺ ഡി ജോസ് സംവിധാനം ചെയ്തുകൊണ്ട് മാത്യു, സംഗീത്, അർജുൻ അശോക്, അതുപോലെ തന്നെ മഹിമ നമ്പ്യാർ ഇങ്ങനെയുള്ള കാസ്റ്റുമായിട്ട് വന്നിട്ടുള്ള പുതിയ സിനിമയാണ് ബ്രോമാൻസ്. ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ എന്താണ് സിനിമകൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് അത് തന്നെയാണ് സിനിമ ഡെലിവർ ചെയ്യുന്നതും. അതിൽ കൂടുതലായിട്ടൊന്നുമില്ല, വലിയൊരു സിനിമയായിട്ടൊന്നും അങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത്. ഒരു മിനി പ്രേമലു എന്ന് വേണ്ടിക്ക് പറയാം. പ്രേമലൂല് ആന്ധ്രാപ്രദേശ് ആയിരുന്നെങ്കിൽ ഇതിൽ കർണാടക, കൂർഗ്, വിരാജ്പേട്ട് കന്നഡയാണ് പിടിച്ചിരിക്കുന്നത്. അതിലെ തെലുങ്ക്, ഇവിടെ കന്നഡ. അപ്പോൾ എപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ മാറിപ്പോയായിരുന്നു ഈ എഡിജയും അതുപോലെ തന്നെ നമ്മളെ ഗിരീഷ് എഡി രണ്ടുപേരും മാറിപ്പോയത്. കാരണം രണ്ടാളും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പം എപ്പോഴും ഒരു ന്യൂജൻ ആയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. അതിൽ ഫ്രണ്ട്ഷിപ്പും ഇമോഷനും പ്രണയവും ഒക്കെ എല്ലാം മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇതിൽ പ്രണയം എന്നുള്ള ഇതിലില്ല, ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബ്രോമാൻസ്, ബ്രദറിനോടുള്ള ഒരു റൊമാൻസാണ്, ഇഷ്ടമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു വൈബ് പടടി, നല്ലൊരു വൈബ് പടം. എന്നാലും അങ്ങനെ ഒരു കോമഡി എന്നുള്ള രീതിയിൽ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്, അല്ലെങ്കിൽ എവിടെയൊക്കെ ഡൗൺ ആയിട്ടുണ്ടോ, പടം ഡൗൺ ആയി പോകുന്നുണ്ടോ, അവിടെയൊക്കെ പിടിച്ച് കയറ്റുന്ന ഒരാളുണ്ട്. അത് സംഗീത് പ്രതാപ് തന്നെയാണ്. പുള്ളിയുടെ കോമഡി ടൈമിങ്, പുള്ളി ആ ഒരു സ്ലാപ്സ്റ്റിക്കിൻ്റെ ചെറിയൊരു സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബോഡി ലാംഗ്വേജ് വെച്ചിട്ടായാലും പിന്നെ കോമഡി ടൈമിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പുള്ളി വരണം എന്നുള്ള രീതിയിലാണ് സിനിമ പോകുന്നത്. ബാക്കി അർജുൻ അശോക്, ഷാജോണൊക്കെ ഉണ്ടെങ്കിലും മാത്യു ആണ് മെയിൻ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. മാത്യു, അർജുൻ അശോകനും എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണ് സിനിമ വരുന്നത്. ആ രീതിയിൽ പോകുന്ന ഒരു സിനിമ, നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വൈബ് പടം, ഇന്നത്തെ ജനറേഷന് വേണ്ടിയിട്ടുള്ള ജൻസി എന്നുള്ള രീതിയിൽ തന്നെ വരുന്ന രീതിയിലുള്ള സംഭവത്തിന് വെച്ചിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഇതിലൊരു വെറുപ്പീര് സാധനം ഉണ്ടേ മാത്യുവിൻ്റെ. ഒയ്യോ, അതെനിക്ക് മാത്രം തോന്നിയതായിരിക്കാം ചിലപ്പോൾ, എന്നാലും ഞാൻ പറയാണ്. ഇതിൽ അവനെ കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു അച്ചായം ഫീൽ അടിക്കുന്നു. അതാണ് സത്യം പറഞ്ഞ ഒരു അച്ചായം ഫീൽ. നമ്മൾ അത്രയും ഒരു മെച്യൂരിറ്റി തോന്നുന്നു. താടിയൊക്കെ വെച്ചിട്ട്, മുടീൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ട് പ്രോപ്പർ ഒരു അച്ചായം ഫീൽ അടിക്കുന്ന രീതിയിലാണ് കാണുമ്പോൾ തോന്നുന്നത്. അതിൻ്റെ കൂടെ ഇതിലൊരു സാധനമുണ്ട്. ഇവന് ദേഷ്യം വരുമ്പോൾ കയ്യിൽ കെട്ടിരിക്കുന്ന സ്മാർട്ട് വാച്ചിൽ ഇങ്ങനെ ബീറ്റ് കൂടി ഹാർട്ട് റേറ്റ് കൂടി വന്നിട്ട് പൊട്ടിത്തെറിക്കും. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ എൻ്റെ അമ്മ ഒരു മാതിരി വെറുപ്പിയൊരു സാധനം. എൻ്റെ അപ്പോ സത്യം പറഞ്ഞാൽ അത് വന്നിട്ട് പിന്നെ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞാൽ പല്ല് കടിച്ചിട്ട് മുഖത്തിനെ കൊണ്ട് ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് കളിച്ച് സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ട് ഡയലോഗ് പറയാൻ വേണ്ടി പെടുന്ന കഷ്ടപ്പാട്. അയ്യോ, സത്യമായിട്ടോ എനിക്ക് വെറുത്ത് പോയൊരു സാധനമായിട്ടോ എനിക്ക് തോന്നിയത്. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അത് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലടേ. ഓൻ അവിടെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നുണ്ട്, ഡയലോഗ് കടിച്ചു വിട്ട് പറയുന്നുണ്ട്, നമുക്കത് ഫീൽ ചെയ്യുന്നില്ലടേ. ചിലപ്പോൾ എനിക്കായിരിക്കാം, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഫീൽ ആയിരിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഒരുപാട് ഓഡിയൻസ് പുറകിലുണ്ടായിരുന്നു, അതിൽ ഒരുപാട് ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, കോമഡിക്കൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. ചിരിക്കാനുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. മൊത്തത്തിൽ ഒരു വൈബിൽ പോകുന്ന സംഭവം. അതായത് ബ്രദറിനെ മിസ്സാവുന്നു, അതിൻ്റെ പുറകിൽ പിന്നെ ബ്രദർ അന്വേഷിക്കാൻ പോകുന്നു, അതിൻ്റെ കൂടെ ബ്രദറിൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഇവൻ്റെ കുറച്ച് ചങ്ങായിമാരൊക്കെ വന്നിട്ട് ഒരു ട്രിപ്പ് പോകുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ. ഒരു കഥേൻ്റെ പോക്കെന്ന് പറഞ്ഞു വരുന്നത് ഒരു ബ്രദറിനെ അന്വേഷിച്ചിട്ടൊരു യാത്രയാണ് കംപ്ലീറ്റ്ലി സ്റ്റോറിയുടെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊച്ചിയിൽ നിന്ന് തുടങ്ങി പിന്നെ കൂർഗിലേക്ക് എത്തുന്നു. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി കർണാടകം, കൂർഗാണ്. ഇതിൽ ആ കർണാടകത്തിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് കന്നഡ, തെലുങ്കു, കന്നഡ മലയാളം ട്രാൻസ്ലേഷൻ, അതൊക്കെ കുറച്ച് കോമഡിയൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഒരു ഫൈറ്റും, ഷാജോൻ്റെ ഒരു മേക്ക് ഓവർ, ഡോൺലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഫറൻസ് ഒക്കെ വെച്ചിട്ടൊരു സാധനം, അതൊക്കെ രസമുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ കണ്ടിരിക്കാൻ ഒരു രസമുള്ള രീതിയിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വെച്ചിട്ട് ഒരു ഓളത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു താളത്തിൽ പോകുന്ന ഒരു സിനിമ അങ്ങനെ പറയാം ബ്രോമാൻസിന്. അതിനപ്പുറത്തേക്ക് വലിയ സംഭവമായിട്ട് പറയാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അതാ ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഒരു വലിയ സംഭവമല്ല. നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്ന എന്താണോ അത് ഒരു 70% അല്ലെങ്കിൽ 80% ഡെലിവർ ചെയ്യുന്ന സംഭവം. ബാക്കി കുറച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് വെറുപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു വൈബിൽ അങ്ങനെ പോകുന്ന ഒരു സിനിമ. അതാണ് എനിക്ക് ബ്രോമാൻസ് എന്നുള്ള സിനിമയെ പറ്റിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഒപ്പീനിയൻസ്. എന്തായാലും പോയി കണ്ടു നോക്കുക. ഒരുപാട് ചോയ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇന്ന് 4 സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൈങ്കിളിയും കൂടി ഉണ്ട്. പൈങ്കിളി ഞാൻ കണ്ടിട്ടില്ല. പൈങ്കിളി, ബ്രോമാൻസ്, പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് ന്യൂ വേൾഡ്, പിന്നെ ഹിന്ദിയിൽ ചൗവ എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ട്, പിന്നെ നമ്മളുടെ ദാവീദും.
5 പടമുണ്ട്. എല്ലാ ജോണറിലുള്ള സിനിമ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ജോണറിലുള്ള സിനിമകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആരുടെ കൂടെ വേണ്ടിക്കും പോയി കാണാം. എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് റൊമാൻസ് ഉള്ള സിനിമേനെ പറ്റി എനിക്ക് പറയാനുള്ളത്.